സുസ്ഥിര തൃത്താല പദ്ധതി കൂടുതൽ ജനകീയമായി മാറണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഏറ്റെടുക്കണം. സുസ്ഥിര തൃത്താലയിലൂടെ ഭൂഗർഭ ജലവിധാനം വർദ്ധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. പരുതൂര് സുസ്ഥിര തൃത്താല ആശയവിനിമയ ശില്പശാലയും നേട്ടങ്ങളും പ്രഖ്യാപനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതുവരെ പ്രധാനമായിട്ടും നടന്നത് ഒരു ഡിപ്പാർട്ട്മെന്റുകളുടെ പദ്ധതിയായിട്ടാണ്. അത് പോരാ, ജനകീയമായിട്ട് മാറണം. കുറച്ചൊക്കെ മാറ്റമുണ്ട്, പക്ഷെ വേണ്ടത്ര വന്നില്ല. ഇതിന്റെ സാധ്യത ഇതൊന്നുമല്ല. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും കൂടി രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ ഇതിന്റെ 4 ഇരട്ടി നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ കിണർ റീചാർജിങ്, അതുപോലെ തന്നെ പുരപ്പുറ റീചാർജിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സുസ്ഥിര തൃത്താല പദ്ധതി കൂടുതൽ ജനകീയമായി മാറണമെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഏറ്റെടുക്കണമെന്നും മന്ത്രി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവേ പറഞ്ഞു. കൃഷി ഇപ്പൊ നമ്മൾ തുടങ്ങുന്നു, ജനകീയമാക്കിയിട്ട് മാറ്റി വിപുലമായി ജനകീയമായിട്ടുള്ള കൃഷിയിലേക്ക് നമുക്ക് പോകാൻ പറ്റണം. ഈ സുസ്ഥിര തൃത്താലയുടെ ഓണത്തിന്റെ ഭാഗമായിട്ടുള്ള മുന്നോടിയായിട്ടുള്ള കൃഷി, ആ പ്രവർത്തനങ്ങളിൽ കുറെ കൂടി സജീവമായിട്ട് ഇടപെടാം. നമ്മുടെ ജനപ്രതിനിധികൾ കുറെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ജനപ്രതിനിധികളായിരിക്കുന്നവർക്കുള്ള അവസാനത്തെ ചാൻസാണ്. ഇനി ഇലക്ഷൻ വരുമ്പോൾ അവസാനത്തെ ചാൻസാണ്. അപ്പോ എല്ലാവരും കൂടി ഇറങ്ങിയാൽ ഇപ്പൊ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് എല്ലാം സന്തോഷമായി. അതിനേക്കാൾ സന്തോഷം നൽകുന്ന റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. നിസാമുദ്ദീൻ IAS റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കളക്ടർ G. പ്രിയങ്ക IAS മുഖ്യപ്രഭാഷണം നടത്തി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റെജീന, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ APM സക്കരിയ, VV ബാലചന്ദ്രൻ, T. സുഹറ, വിജേഷ് കുട്ടൻ, PK ജയ, ഷറഫുദ്ദീൻ കളത്തിൽ, K. മുഹമ്മദ് തുടങ്ങി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ P. സൈതലവി സ്വാഗതവും തൃത്താല BDO അനിൽകുമാർ നന്ദിയും പറഞ്ഞു. NCV ന്യൂസ് തൃത്താല. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.